ഹായ് എവരി വൺ. മലയാളത്തിലൂടെ ഇനി ബംഗാളി പഠിക്കാം. ബംഗാളി ഫ്രം മലയാളി. നമ്മുടെ ഈ ചാനൽ മുൻപ് ബാംഗ്ലൂർ മലയാളി ഗൈഡ് എന്ന് പറഞ്ഞ ചാനലായിരുന്ന സമയത്തും അതിനുശേഷം ഇപ്പോൾ ഈ ബംഗാളി ഫ്രം മലയാളി എന്ന് പറഞ്ഞ ചാനലിലോട്ട് വന്നപ്പോഴും എന്നോട് കുറച്ച് പേര് എപ്പോഴും കമൻറ്റിലൂടെ പറയാറുള്ളൊരു കാര്യമാണ്, ബംഗാളി ജോലിക്കാരോട് സംസാരിക്കാൻ പറ്റിയ അതിനനുസരിച്ച കുറച്ച് വാക്യങ്ങൾ, സെൻറ്റൻസുകൾ പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ബംഗാളി ജോലിക്കാരോട് ഇനി സംസാരിക്കാമെന്ന് പറഞ്ഞ്. ഇപ്പം നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ജോലിക്കാരോട് എന്ന് പറഞ്ഞൊരു കോണ്ടെക്സ്റ്റിൽ പറയാൻ പറ്റുന്നതല്ല, പക്ഷേ ജോലിക്കാരോടും അല്ലെങ്കിൽ മറ്റൊരു ബംഗാളിയോട് നമ്മൾ ഈ സംസാരിക്കുന്ന നേരത്ത് നമുക്ക് ബേസിക്കായി വേണ്ട കുറച്ച് സെൻറ്റൻസുകളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ എന്താണ് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ നിന്നെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും, താങ്കളെ കൊണ്ട് പറ്റും, അവനെ കൊണ്ട് പറ്റും, അവളെ കൊണ്ട് പറ്റും, അവരെ കൊണ്ട് പറ്റും, അദ്ദേഹത്തെ കൊണ്ട് പറ്റും, ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതേപോലെ തന്നെ വേറെ ക്രിയകൾ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, വരിക, പോവുക, എഴുതുക, വരയ്ക്കുക, ജോലി ചെയ്യുക, സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ബംഗാളിൽ പറയുന്നതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ഈ വാക്ക്, അതായത് ഈ സഹായക ക്രിയ എന്ന് പറയുന്നത് പാറി എന്നാണ്. ഓക്കെ, പാറി എന്ന് പറഞ്ഞാൽ ശരിയല്ല, കൃത്യമായിട്ട് ശരിയല്ല. കാരണം ബംഗാളി പിന്നെ ഒഡിയ, ഈ രണ്ട് ഭാഷകൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈവൻ ഹിന്ദിയിൽ പോലും, ഹിന്ദി എന്ന് പറഞ്ഞാൽ ഭോജ്പൂരി സ്ലാങ് ഉള്ള ഹിന്ദിയിൽ പോലും ഈ റ എന്ന് പറഞ്ഞ വാക്ക് ശരിക്കും ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ റായല്ല. നിങ്ങൾ ഇത് കേൾക്കുന്നേരം നമുക്ക് തോന്നാം ഡായാണെന്ന്, പക്ഷെ ഡായുമല്ല. റായ്ക്കും ഡായ്ക്കും ഇടയിലുള്ള ഒരു പ്രത്യേക ഒരു അക്ഷരമാണ് ഡ്. ഇപ്പം റ് ആണോ അല്ല, ഡ് ആണോ അല്ല, അതിനിടയിലുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ പറയുന്നത് സാരി എന്നല്ല സാഡി എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അത് സാ ഡി അല്ല, റായ്ക്കും ഡായ്ക്കും ഇടയിലുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ മലയാളികൾ എന്തു പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റായ് ആയിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. ഇതാണ് എൻ്റെ ഒരു വ്യക്തിപരമായൊരു വിശകലനമാണ്. നിങ്ങൾക്ക് ഈ ലെറ്റർ കൃത്യമായിട്ട് കിട്ടുമെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. പക്ഷെ ഡ അത് പറയണ്ട, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തെറ്റായി മാറിയേക്കാം. അപ്പം റായ്ക്കും ഡായ്ക്കും ഇടയിലുള്ള ഒരു അക്ഷരമാണ്. ഞാനിപ്പോൾ അത് ഇങ്ങനെ പറയുന്ന നേരത്ത് കോൺഷ്യസ് ആയിട്ട് പറയുന്ന രീതിയിൽ ഇത് കിട്ടുന്നില്ല, പക്ഷെ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുപോലെ ഓക്കെ, അമ്മി പോലത്തെ പാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പം അമ്മി പോലത്തെ പാടി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാനിപ്പം ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത് റ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ വെച്ചിട്ടാണ്, അപ്പം പാറി എന്ന് പറഞ്ഞു വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഇതിന് മുൻപ് ഞാൻ എനിക്ക് തോന്നുന്നു 4 or 5 ക്രിയകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വാ എന്ന് പറയാനും, പോകൂ എന്ന് പറയാനും, പിന്നെ ജോലി ചെയ്യൂ എന്ന് പറയാനും, സംസാരിക്കൂ എന്ന് പറയാനും. ഇന്ന് കുറച്ച് കൂടുതൽ ക്രിയകൾ നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പം അതും ഇതൊപ്പം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ലേൺ ബംഗാളി ഫ്രം മലയാളി. അപ്പം ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ളത് പോലെ ഈ മറ്റുള്ള ഭാഷകളിൽ, മറ്റുള്ള ഇന്ത്യൻ ഭാഷകളിൽ, മലയാളം മൊഴികളുള്ള ഭാഷകളിൽ ഞാൻ എന്ന് പറയുമ്പോഴും, നീ എന്ന് പറയുമ്പോഴും, നിങ്ങളെന്ന് പറയുമ്പോഴും, അവനെന്ന് പറയുമ്പോഴും, അവരെന്ന് പറയുമ്പോഴൊക്കെ വ്യത്യസ്തങ്ങളായ ക്രിയകളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ പോലെയല്ല. മലയാളത്തിൽ ഞാൻ വരും, അവൻ വരും, ആൾ വരും, എനിക്ക് പറ്റും, അവന് പറ്റും, അവളെ കൊണ്ട് പറ്റും, എല്ലാം ഒന്ന് തന്നെയാണല്ലോ. പക്ഷേ മറ്റുള്ള ഭാഷകൾ അങ്ങനെയല്ല. അതേപോലെ തന്നെ ബംഗാളിൽ അങ്ങനെയല്ല. ഓക്കെ, ഞാൻ മറ്റുള്ള ഭാഷകൾ ഏതൊക്കെ ഞാൻ പറയുന്നില്ല. ഓക്കെ, കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പം ഓരോ സബ്ജക്റ്റ് വരുമ്പോഴും, അതായത് ഞാൻ, നീ, നിങ്ങൾ, നമ്മൾ, അങ്ങനെ ഓരോ സബ്ജക്റ്റ് വരുന്ന നേരത്തും എന്തൊക്കെയാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഏറ്റവും നമ്മൾ എടുക്കാൻ പോകുന്നത് വരാൻ പറ്റും എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണെന്നാണ്. ഓക്കെ, വരിക എന്ന് പറയുന്നത് ആഷോ എന്നും, ബഹുമാനത്തോടെ വന്നാലും എന്ന് മുതിർന്ന ഒരാളോട് പറയുന്നത് ആഷൂൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇവിടെ വരാൻ പറ്റും എന്ന് പറയുന്നത് ആഷ്തേ എന്നാണ്, വരാൻ. ഓക്കെ, ആഷ്തേ എന്ന് പറഞ്ഞാൽ വരാൻ. ഇനി പറ്റും, എന്നെ കൊണ്ട് പറ്റും എന്ന് പറയാനായിട്ട്. അപ്പം
എനിക്ക് വരാൻ പറ്റും, ഞാൻ വന്നോളാം എന്ന് പറയുന്നത് ആമി ഞാൻ ആഷ്തെ വരാൻ പറ്റും പാറി എന്നാണ്. ഓക്കെ, ആമി ആഷ്തെ പാറി. ഇത് കൃത്യമായിട്ട് റ, നമ്മൾ ഈ റ എന്നത് കുറച്ചൊന്ന് ഡബിൾ ചെയ്ത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞാൽ മതി, അത് കിട്ടും. പക്ഷെ പാരി എന്ന് പറയുന്നത് ഓക്കെ പാറിയാണ്. ഓക്കെ, ആമി ആഷ്തെ പാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് വരാൻ പറ്റും. ഇനി മറ്റൊരു സബ്ജക്റ്റുകൾ. അപ്പം ഇനി നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട്, നമ്മൾ ഞങ്ങൾ രണ്ടും കൂടി ഒറ്റ വാക്കാണല്ലോ ആമ്ര. അപ്പം ഞങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വരാൻ പറ്റും, നമുക്ക് വരാൻ പറ്റില്ല ഞങ്ങൾക്ക് വരാൻ പറ്റും എന്ന് പറയുന്നത് ആമ്ര ആഷ്തെ പാറിയാണ്. അപ്പം ആമി എന്ന് പറയുമ്പോഴും ആമ്ര എന്ന് പറയുമ്പോഴും ഞാൻ എന്ന് പറയുമ്പോഴും ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുമ്പോഴും ഒറ്റ വാക്യഘടനയാണ്. വാക്ക് മാത്രം മാറുന്നുള്ളൂ, ഞാനെന്ന് പറയുന്നതും നമ്മൾ എന്ന് പറയുന്നതും. ഓക്കെ, അപ്പം ആമ്ര ആഷ്തെ പാറി എന്ന് വെച്ചാൽ നമുക്ക് വരാൻ പറ്റും, ഞങ്ങൾക്ക് വരാൻ പറ്റും. അടുത്തത് നീ. നീ എന്ന് പറയുന്നത് തുമിയാണല്ലോ. അപ്പം തുമി ആഷ്തെ പാർബേ. ഇത് നമ്മൾ സമപ്രായക്കാരോടോ അല്ലെങ്കിൽ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോട് പറയാൻ വേണ്ടിയാണ്. ബഹുമാനത്തോടെ അല്ലെങ്കിൽ മുതിർന്നവരോട് അല്ലെങ്കിൽ അപരിചിതരോടൊക്കെ പറയുന്ന നേരത്ത് പാർബേ അല്ല പാർബേനാണ്. വീണ്ടും ഈ പാർബേ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അതും പാഡ്ബേ ആണ്, പാഡ്ബേൻ. നമുക്ക് പാർബേ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, തുമി ആഷ്തെ പാർബേ ആഷ്തെ പാഡ്ബേൻ. ഓക്കെ, ഞാനിപ്പം പാഡ്ബേ എന്ന് പറഞ്ഞു തോന്നുന്നല്ലേ? യാ, ഓക്കെ. അപ്പം തുമി ആഷ്തെ പാഡ്ബേ അല്ലെങ്കിൽ ആപ്നി ആഷ്തെ പാഡ്ബേൻ. ഓക്കെ, അടുത്തത് ഓക്കെ. അപ്പം ഞാൻ, നമ്മൾ, ഞങ്ങൾ, നീ, നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ. ഇനി അവൻ. അവൻ എന്ന് പറയാനും അവൾ എന്ന് പറയാനും ഷേ എന്ന് പറഞ്ഞ വാക്കാണല്ലോ. അപ്പം ഷേ ആഷ്തെ പാടേ അല്ലെങ്കിൽ പാറേ. ഷേ ആഷ്തെ പാറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വരാൻ പറ്റും, അവന് വരാൻ പറ്റും, അല്ലെങ്കിൽ അവൾക്ക് വരാൻ പറ്റും എന്ന് പറയാനും ഷേ ആഷ്തെ പാറേ. ഇനി അവർ എന്ന് പറഞ്ഞ വാക്ക് താര. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഷേ എന്ന് പറഞ്ഞ വാക്കിനും താര എന്ന് പറഞ്ഞ വാക്കിനും ഏകദേശം ഒരേ വാക്യഘടനയാണ്. അവരെന്ന് പറയാനും അവളെന്ന് പറയാനും അവരെന്ന് പറയാനും. മറ്റുള്ള ഭാഷയിൽ അങ്ങനെയല്ല, കന്നഡയിലോ തമിഴിലോ ഒന്നും അങ്ങനെയല്ല. അപ്പം താര ആഷ്തെ പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരാൻ പറ്റും. അടുത്തത് നമ്മുടെ ഏറ്റവും അവസാനത്തെ വാക്ക് അദ്ദേഹം. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഈ അദ്ദേഹം എന്ന് പറഞ്ഞ വാക്ക്, അതായത് ഈ തിനി എന്ന് പറഞ്ഞ വാക്ക്. തിനി എന്ന് പറഞ്ഞ വാക്കിനെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അദ്ദേഹം എന്ന് പറയുന്ന നേരത്ത് നമ്മളെ മലയാളത്തിൽ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ മാത്രമാണ്. ഇവിടെ സ്ത്രീക്കും തിനി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഈ തിനി ആഷ്തെ പാറേൻ എന്ന് വേണം, പാറയല്ല പാറേൻ. തിനി ആഷ്തെ പാറേൻ. ബഹുമാനം കൊടുക്കാനായിട്ട് എപ്പോഴും എൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കണം. ഓക്കെ, അപ്പം തിനി ആഷ്തെ പാറേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരാൻ പറ്റും. ഓർക്കുക, ഈ അദ്ദേഹം എന്ന് പറഞ്ഞാൽ പുരുഷനാവാം സ്ത്രീയുമാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഏറ്റവും ആദ്യത്തെ ഇതൊന്നും കഴിഞ്ഞു. ആഷ്തെ പാറി, ആഷ്തെ പാർബേ, ആഷ്തെ പാർബേൻ, പിന്നെ ആഷ്തെ പാറേ, ആഷ്തെ പാറേൻ. ഓക്കെ, അടുത്തത് പോകാൻ പറ്റും. ഓക്കെ, എത്ര ക്രിയ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പറ്റും എനിക്കറിയില്ല, പരമ്പര നമുക്ക് നോക്കാം, അധികം വീഡിയോ ലോങ് ആക്കാതെ. ഇനി എനിക്ക് പോകാൻ പറ്റും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പോകാൻ പറ്റും അല്ല, അങ്ങനെ നമ്മൾ പറയാറില്ല. പക്ഷേ ബംഗാളിയിൽ എനിക്ക് എന്ന് പറഞ്ഞ വാക്കല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാൻ എന്ന് പറഞ്ഞ വാക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ഐ ക്യാൻ ഗോ. യാ, ഇംഗ്ലീഷ് കറക്റ്റാണ്, ഇംഗ്ലീഷ് ടു ബംഗാളി. ഓക്കെ, അപ്പം പോകാൻ എന്ന് പറഞ്ഞ വാക്ക് ജാവു ജാൻ എന്നാണ് പോകൂ എന്ന് പറഞ്ഞ വാക്ക്. അപ്പം കുട്ടികളോടോ സമപ്രായക്കാരോടോ പറയുന്നത് ജാവു, മുതിർന്നോട് പറയാനായിട്ട് ജാൻ. ഇവിടെ പോകാൻ എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് ജേത്തെ എന്നാണ്. ഓക്കെ, അപ്പം വീണ്ടും എനിക്ക് പോകാൻ പറ്റും എന്ന് പറയുന്നത് ആമി ജേത്തെ പാറി. ഇനി നമുക്ക് പോകാൻ പറ്റും, ഞങ്ങൾക്ക് പോകാൻ പറ്റും എന്ന് പറയാനും അത് തന്നെയാണ്, അതായത് ആമ്ര ജേത്തെ പാറി. പക്ഷേ നിനക്ക് പോകാൻ പറ്റും എന്ന് പറയുന്നത് തുമി ജേത്തെ പാർബേ. താങ്കൾക്ക് പോകാൻ പറ്റും ആപ്നി ജേത്തെ പാർബേൻ. അതേപോലെ തന്നെ അവന് പോകാൻ പറ്റും ഷേ ജേത്തെ പാറേ, അവൾക്ക് പോകാൻ പറ്റും ഷേ ജാത്തെ പാറേ. താങ്കൾക്ക് പോകാൻ പറ്റും, അദ്ദേഹത്തിന് പോകാൻ പറ്റും തിനി ജാത്തെ പാറേൻ. ഓക്കെ, അപ്പം 2 കഴിഞ്ഞു. ആഷ്തെ എന്ന് പറഞ്ഞ വാക്ക് വെച്ചും പറഞ്ഞു, ഇനി ജേത്തെ എന്ന് പറഞ്ഞ വാക്ക് വെച്ചും കഴിഞ്ഞു. അപ്പം വരാൻ, പോകാൻ. ഇനി നമ്മൾ പഠിച്ച മൂന്നാമത്തെ ഒരു ഇതാണ് ബോൽ. ബോലൂൻ, ബോലൂൻ. ബോൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയൂ, ബോലൂൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാലും, ബഹുമാനത്തോടെ. അപ്പം ഇവിടെ പറയാൻ എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് ബോൽത്തെ എന്നാണ്. അപ്പം അമി ബോൽത്തെ പാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ പറയുക മാത്രമല്ല,
സംസാരിക്കുക എന്ന് പറഞ്ഞ വാക്കിനും ബോൽത്തെ തന്നെയാണ്. ഓക്കെ, അപ്പം എനിക്ക് പറയാൻ പറ്റുന്ന പറയാനും എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന പറയാനും അമി ബോൽത്തെ പാറിയാണ്. അഡീഷണൽ ഒരു ഇത് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് ബംഗാളി സംസാരിക്കാൻ പറ്റും എന്ന് പറയുന്നത് അമി ബംഗ്ല ബോൽത്തെ പാറി എന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആരുടെങ്കിലും ഒരു ബംഗാളിയോട് ബംഗാളിയിൽ എനിക്ക് ബംഗാളി അറിയാം എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, അമി ബംഗ്ല ബോൽത്തെ പാറി. പക്ഷേ നമുക്ക് ഫുള്ളായിട്ട് അറിയില്ലല്ലോ. അപ്പം കുറച്ച് അറിയാമെന്ന് പറയുന്നത് ആ വാക്ക് നമ്മുടെ മലയാളമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒൽപ്പോ എന്നാണ് കുറച്ച് എന്ന് പറയുന്നത് ഒൽപ്പോ. അല്പം എന്ന് പറയുന്നത് ഒൽപ്പോ ആണ്. അപ്പം അമി ബംഗ്ല ഒൽപ്പോ ബോൽത്തെ പാറി, അല്ലെങ്കിൽ അമി ഒൽപ്പോ ബംഗ്ല ബോൽത്തെ പാറി. ഓക്കെ, എന്ത് പറഞ്ഞാലും ഓക്കെയാണ്. ഈ ഒൽപ്പോ എവിടെയിട്ടാലും ഓക്കെയാണ്. അപ്പം അല്ലെങ്കിൽ അമി എന്ന് പറഞ്ഞ വാക്ക് പറയേണ്ട ആവശ്യമില്ല. ഒൽപ്പോ ബംഗ്ല ബോൽത്തെ പാറി. ഓക്കെ, കുറച്ച് ബംഗ്ല പറയാൻ പറ്റും. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ അതേ സബ്ജക്റ്റുകൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആമ്ര ബോൽത്തെ പാറി. ഇനി നിനക്ക് പറയാൻ പറ്റും തുമി ബോൽത്തെ പാർബേൻ. താങ്കൾക്ക് പറയാൻ പറ്റും ആപ്നി ബോൽത്തെ പാർബേൻ. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ക്രിയകൾ തീർക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കിത് സ്ലോ ആക്കി കാണാം യൂട്യൂബിൽ തന്നെ, അല്ലെങ്കിൽ നിർത്തി പോസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ എഴുതിയെടുത്ത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് അതേപോലെ കാണാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, അപ്പം തുമി ബോൽത്തെ പാർബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പറയാൻ പറ്റും. ആപ്നി ബോൽത്തെ പാർബേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് പറയാൻ പറ്റും. ഇനി അവന് പറയാൻ പറ്റും എന്ന് പറയാനും അവൾക്ക് പറയാൻ പറ്റും എന്ന് പറയാനും ഷേ ബോൽത്തെ പാറേ. ഓക്കെ, ഇനി അവർക്ക് പറയാൻ പറ്റും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകൾക്ക് പറയാൻ പറ്റും പറയാനായിട്ട് താര ബോൽത്തെ പാറേൻ. ഇനി അദ്ദേഹത്തിന് പറയാൻ പറ്റും, പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും തിനി ബോൽത്തെ പാറേൻ. ഞാൻ വിചാരിച്ചൊരു 10 ക്രിയകൾ പറഞ്ഞു തരാം, അതിനുള്ള സമയം ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു വീഡിയോ കുറച്ച് ലോങ് ആവും, അതുകൊണ്ട് ഞാൻ 4 വെച്ച് നിർത്തുകയാണ്. ഇനി 4ാമത്തെ ഒരു ക്രിയ എന്ന് പറയുന്നത് ചെയ്യുക. ഓക്കെ, അപ്പം 5 എണ്ണം പറയാം. ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്യുക. ഈ ചെയ്യുക എന്ന് പറഞ്ഞ വാക്ക് അത് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ചെയ്യാൻ എന്ന് പറഞ്ഞ വാക്ക് കൊർത്തെ എന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ ജോലി എന്ന് പറഞ്ഞ വാക്ക് കാജ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ജോലി ചെയ്യാൻ എന്ന് പറയുന്നത് കാജ് കൊർത്തെ. ഓക്കെ, അപ്പം നമുക്കിത് ഒരുമിച്ച് പോവാം. എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാനായിട്ട് ആമി കൊർത്തെ പാറി. ഓക്കെ, ഞാൻ വേറൊരു വാക്ക് കൂടി പറഞ്ഞുതരാം, അത് ഇത് കഴിയട്ടെ. ഇനി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ആമി കാജ് കൊർത്തെ പാറി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ആമ്ര കൊർത്തെ പാറി. ഇനി നമുക്ക് ജോലി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ആമ്ര കാജ് കൊർത്തെ പാറി. അതിനുശേഷം ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് തുമി കൊർത്തെ പാർബേ. ഇനി നിനക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന പറയുന്നത് തുമി കാജ് കൊർത്തെ പാർബേ. താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് ആപ്നി കൊർത്തെ പാർബേൻ. ഇനി താങ്കൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന പറയുന്നത് ആപ്നി കാജ് കൊർത്തെ പാർബേൻ. ഓക്കെ, വളരെ ഫാസ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി അവന് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് ഷേ കൊർത്തെ പാറേ. അവന് ജോലി ചെയ്യാൻ പറ്റുന്ന പറയുന്നത് ഷേ കാജ് കൊർത്തെ പാറേ. അവൾക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നതും ഷേ കൊർത്തെ പാറേ. അവൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന പറയുന്നത് ഷേ കാജ് കൊർത്തെ പാറേ. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് താര കൊർത്തെ പാറേ. എന്നാൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന പറയുന്നത് താര കാജ് കൊർത്തെ പാറേ. ഇനി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും തിനി കൊർത്തെ പാറേൻ. പിന്നെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റും തിനി കാജ് കൊർത്തെ പാറേൻ. ഓക്കെ, ഞാനൊരു എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞുതരാമെന്ന് പറഞ്ഞത് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്. എട്ട എന്നാണ് നമ്മുടെ മലയാളത്തിലെ എട്ട, അതല്ല എട്ട. ഓക്കെ, ഈ എട്ട എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഈ കൊർത്തെ എന്ന് പറഞ്ഞ വാക്കിനെ മുൻപ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ആമി എട്ട കൊർത്തെ പാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. അത് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒട്ട. ഓക്കെ, അപ്പം ആമി ഒട്ട കൊർത്തെ പാറി, എനിക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും മതിയെന്ന് തോന്നുന്നു. കുറച്ച് കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു കാര്യം എങ്ങനെ ബംഗാളിൽ പറയാമെന്നാണ്. ഇവിടെ
മെയിൻ ക്രിയയുടെ ഒപ്പം തേ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് പിന്നെ പാറി, പാർബേ, പാർബേൻ, പാറേ, പാറേൻ, ഈ ഞാൻ പറഞ്ഞ ഈ 5 വാക്കുകൾ വേറെ വേറെ സബ്ജക്റ്റുകളുടെ ഒപ്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം കൊർത്തെ, ഓക്കെ, ഏറ്റവും ആദ്യം പറഞ്ഞത് ആഷ്തെ, ജേത്തെ, പിന്നെ കൊർത്തെ, കാജ് കൊർത്തെ, ബോൾത്തെയും കൂടി പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ആഷ്തെ, ജേത്തെ, ബോൾത്തെ, കൊർത്തെ, കാജ് കൊർത്തെ. പിന്നെ അതിനൊപ്പം എട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്, ഈ ഒരു പർട്ടിക്കുലർ എട്ട, ഒട്ട എന്ന് പറഞ്ഞാൽ അത്. ഓക്കെ, അപ്പോൾ അത്രയും പറയുന്നുള്ളൂ. കൂടുതൽ ക്രിയകളുമായി, കൂടുതൽ ഈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ഈ ക്രിയകളുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ഉടനെ തന്നെ. ഇപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യുകയാണ്. ഈ വീഡിയോ ലോങ് ആക്കുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.